വെൽക്കം ടു വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ശാരീരികമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ വേറെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. സോ ഇന്ന് നമുക്ക് ഒരു ചെറിയ വീഡിയോയിലേക്ക് കിടക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നാളെ വന്നിട്ട് പെന്തക്കോസ്തി പെരുന്നാളാണല്ലോ. ലോകമെമ്പാടും എല്ലാ സഭകളും പെന്തക്കോസ്തി ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് അത് ആഘോഷിക്കുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന പോലെ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 120 പേരടങ്ങുന്ന ഒരു സംഘം ശിഷ്യന്മാർ ചേർന്ന് അവർ മാളിക മുറിയിൽ ചേർന്നിരുന്നു. യെരുശലേമിൽ യഹൂദന്മാരെ ഭയപ്പെട്ട് അവർ അവിടെ കടന്ന് താമസിച്ചാണെങ്കിലും പിന്നീട് അവർ പ്രാർത്ഥിച്ചും ഒക്കെ ആരാധന കഴിച്ചൊക്കെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പെന്തക്കോസ്തി എന്ന അവരുടെ യഹൂദന്മാരുടെ ഫെസ്റ്റിവല്, അതായത് അവരുടെ കണക്ക് പ്രകാരം പെസഹ മുതൽ 50 ദിവസം 50-ാമത്തെ ദിവസമാണ്. പെസഹായ്ക്ക് ശേഷം 50-ാമത്തെ ദിവസത്തെയാണ് ഒരു പെന്തക്കോസ്തി എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിലാണ് പെന്തക്കോസ്റ്റ് എന്നുള്ള അതിൻ്റെ 50-ാം ദിവസം എന്നുള്ള മീനിങ് വരുന്നത്. അപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകൾ പോലെ ഇറങ്ങി വന്നെന്നും അവിടെ എല്ലാം കൂടിയിരുന്ന എല്ലാ ജനം അതിനെ വിറ്റ്നസ് ചെയ്തെന്നും, അതുപോലെ തന്നെ പത്രോസ് മറ്റുള്ളവരും അന്യഭാഷകളിൽ സംസാരിച്ചു എന്നും, പല രാജ്യങ്ങളിൽ നിന്നും കൂടി വന്നിരുന്ന പെരുന്നാളിന് വന്നിരുന്ന യഹൂദന്മാരായ ജനങ്ങൾ, പല ഭാഷക്കാർ അവരവരുടെ ഭാഷയിൽ ഇവർ പ്രസംഗിക്കുന്ന ദൈവത്തെ സാക്ഷിക്കിരിക്കുന്ന ഇതും കേൾക്കുവാനിടയായി. അവരാശ്ചര്യപ്പെട്ട് അവർ തന്നെ തമ്മിൽ ചോദിക്കുന്നുണ്ട്, ഇവരെ ഗലീലക്കാരല്ലയോ, നമ്മുടെ ഭാഷ ഇവരെങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു ശക്തി അവരുടെ മേൽ പകർന്നു വന്നും, അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവസാന നാളിൽ എല്ലാ സകല ജനത്തിൻ്റെ മേലും അവൻ തൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ വിശ്വാസിയും കർത്താവിനായിട്ട് നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വരുന്നുണ്ട്. നമ്മൾ അതിന് ശേഷം പരിശുദ്ധാത്മാവിനെ നമുക്കറിയാം, ബൈബിളിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതുകയാണ് ചെയ്തത്. ആദ്യം അവർക്ക് എല്ലാം പരിശുദ്ധാത്മാ ശക്തി, അതായത് അവർക്ക് സുവിശേഷം ഘോഷിപ്പാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും ഒക്കെയുള്ള ആ ഒരു അധികാരം അവർക്ക് കിട്ടി. യേശു അവരുടെ മേൽ ഊതുകയാണ്. അങ്ങനെ ജെറുസലേമിലുണ്ടായ ആ സംഭവം, പെന്തക്കോസ്തി നാളിൽ ഉണ്ടായ ആ സംഭവം എല്ലാവരും അവിടെ കൂടിയിരുന്നവരെല്ലാം സാക്ഷികളാവുകയും അവർക്ക് കർത്താവിനെ വിശ്വസിക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്തു. അങ്ങനെ പത്രോസിൻ്റെ ആദ്യത്തെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനമേറ്റ് സഭയോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യഹൂദന്മാരോട് മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്ത് അവർ പെന്തക്കോസ്തി ആഘോഷിക്കുന്ന അവരുടെ കൊയ്ത്ത് പെരുന്നാൾ അഥവാ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലായിട്ടാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ഗോതമ്പിൻ്റെ വിളവെടുപ്പിൻ്റെ സമയം, ഒരു ഹാർവെസ്റ്റ് ചെയ്യുന്ന ആ സമയമാണത്. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ പെന്തക്കോസ്തി പെരുന്നാൾ. യഹൂദന്മാരെല്ലാം ഒരു ഏത് രാജ്യത്തായാലും വർഷത്തിൽ 3 പ്രാവശ്യം അവർ യെരുശലേമിൽ വരും. അവരുടെ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദന്മാർ അന്ന് അവിടെ കൂടിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശം ലഭിച്ചു. അവർ കർത്താവിൽ വിശ്വസിച്ച് അവർ ക്രിസ്തുവിനോട് ചേർന്ന് ശിഷ്യന്മാരോട് ചേർന്ന് അവർ സഭയുടെ ഭാഗമായി തീർന്നു. അങ്ങനെ ആണ് ക്രിസ്തീയ സഭ ആരംഭിക്കുന്നത്. അപ്പോൾ അവർ വ്യത്യാസം പറഞ്ഞല്ലോ. യഹൂദന്മാരുടെ പെന്തക്കോസ്തി എന്ന് പറയുന്ന അവരുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ,
അതായത് പെസഹായ്ക്ക് ശേഷം 50-ാമത്തെ ദിവസം. ക്രിസ്ത്യാനികളുടെ പെന്തക്കോസ്ത് പെരുന്നാളെന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം. അപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ പല റെഫറൻസസും കാണാറുണ്ട്. പുതിയ നിയമത്തിൽ പലയിടത്തും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വളരെയധികം പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികളിലും അതുപോലെ വേറെയുള്ള ലേഖനങ്ങളിലൊക്കെ നമുക്ക് വായിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 9 ഗുണങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ വരങ്ങൾ, അതുപോലെ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരേ വരമല്ല കിട്ടുന്നത്, പലർക്കും പല വരങ്ങളായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ആണ് നമ്മളെ വഴി നടത്തുന്നതും അതുപോലെ തന്നെ സത്യത്തിലും നീതിയിലും ഒക്കെ നമ്മളെ വഴി നടത്തുവാനായിട്ട് നമുക്ക് നല്ല ഒരു ഉപദേശകനായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിത്വമാണ് അത്. ഒരു പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ ഏകത്വം, ആ ത്രിത്വത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കൂടെ എപ്പോഴും വസിക്കുന്നവനും നമ്മളുടെ കൂടെ നടക്കുന്നവനും നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാ ഗൈഡൻസും തരുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുതെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് വാക്കുകൾ കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ദുഃഖിപ്പിക്കുന്നത്, എന്നാൽ അതിനൊരിക്കലും ഇടം കൊടുക്കരുതെന്ന്. അതുപോലെ കർത്താവ് പറയുന്നുണ്ട്, ഏത് പാപവും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ പറയുന്ന ഒരു ദൂഷണവും ദൈവത്തിന് മുമ്പിൽ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഹോളിയായിട്ടുള്ള, ഏറ്റവും ഒരു ക്രിസ്തുവിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ അഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ദൈവത്തിന് മന്ദിരമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിടെ ഉള്ളിൽ വാസം ചെയ്യണമെങ്കിൽ നമ്മൾ അത്രമാത്രം വളരെ ഹൃദയശുദ്ധിയുള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷാവരത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ പെന്തക്കോസ്റ്റ് സഭകളെന്ന് നമുക്കറിയാം, എല്ലായിടത്തും മിക്കവാറും സ്ഥലത്തൊക്കെയും ഈ അന്യഭാഷയുടെ ഒരു കാര്യം വളരെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടും കാണാം. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഉള്ള ഇതിൽ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ, പല മീറ്റിങ്ങുകളിൽ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി പരിശുദ്ധാത്മാ അന്യഭാഷ വരം പ്രാപിച്ചുവെന്ന് അവർ വിശ്വസിക്കുകയും അവരതുപോലെ ജീവിക്കുകയും ചെയ്യുന്നു. അവർ പ്രാർത്ഥനയിലോ അല്ല മറ്റുള്ള കാര്യങ്ങളിലൊക്കെയും അവർ പറയുന്നതായ അന്യഭാഷ എന്ന് പറയുന്നത് എല്ലാ പ്രാർത്ഥനയിലും സെയിം വേർഡ്സാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലാതെ പുതുതായിട്ട് അവരൊന്നും പറയുന്നില്ല. അവർ പഠിച്ചു വച്ചിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ അവർക്ക് ലഭിച്ചു എന്ന് പറയുന്ന ആ ഭാഷാവരം അവരെന്ത് പറഞ്ഞോ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ മാറ്റമൊന്നും, കാര്യമായുള്ള മാറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഷാവരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന അന്ന് പെന്തക്കോസ്ത് നാളിൽ ജെറുസലേമിൽ അന്ന് അവർ യഹൂദന്മാർ നല്ല ശിഷ്യന്മാർ പറഞ്ഞ അന്യഭാഷ മറ്റുള്ളവർക്ക് അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി എന്നാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം ഭാഷാവരം ഉണ്ട്, അതില്ലെന്നല്ല പറയുന്നത്. പ്രവചനവരം ഉണ്ട്. അതുപോലെ തന്നെ പ്രവചനവരം ഉണ്ടെങ്കിൽ പ്രവചിക്കുന്നവന് അത് വേറൊരാൾ അതിനെ വിശദീകരിച്ച് കൊടുക്കണം. അതായത് ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പല ഭാഗത്തും ഇതിനെക്കുറിച്ച് നമുക്ക് കാണാം. ഇപ്പോൾ പരിശുദ്ധാത്മ വരത്തിൻ്റെ ഒരു വരമാണല്ലോ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് അനേക സഭകൾ നമുക്കറിയാം, ഇത് ഡിനോമിനേഷൻ ഡിഫറൻസ് ഇല്ലാതെ അനേകർ ആ ഒരു ദൗത്യം നടത്തുന്നതായിട്ടറിയാം. മറ്റുള്ളവരെ സഹായിക്കുക, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അനേക വരങ്ങൾ, സ്നേഹം, സന്തോഷം, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത് ക്രിസ്തീയ ദൗത്യം അവർ മറ്റുള്ള ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ എത്തിച്ച് ക്രിസ്തുവിനെ അവർക്ക് പരിചയപ്പെടുത്തുന്നതായിട്ട് നമുക്കറിയാം. നമ്മൾ ഈ ദിവസം പ്രത്യേകാലം നമ്മൾ നാളെ പെന്തക്കോസ്ത് പെരുന്നാൾ
ആഘോഷിക്കുമ്പോൾ നമ്മളെ തന്നെ സ്വയം കുറച്ചും കൂടി കർത്താവിനോട് ചേർത്ത്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ അത് ദൃശ്യമാകുന്ന രീതിയിൽ ജീവിക്കുവാനായിട്ടും അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനായിട്ടും ഇടയാകണമെന്നുള്ളതാണ്. അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു. കർത്താവിൻ്റെ വലിയ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അവൻ്റെ നമ്മളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടി നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലർക്കും എൻ്റെ സ്നേഹവന്ദനം. ബൈ ടു ഓൾ. ബൈ.